ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ്. അപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു പൊട്ടിത്തെറി ആം ആദ്മി പാർട്ടിയിൽ സംഭവിച്ചു. അത് ആം ആദ്മി പാർട്ടിക്ക് ആകെ രാജ്യസഭയിലേക്കുള്ളത് 10 MP-മാരാണ്. അപ്പോൾ അതിൽ മഹാഭൂരിപക്ഷം പേരും പഞ്ചാബിൽ നിന്നാണ്, പിന്നെ ഡൽഹിയിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ 10-ൽ 7 പേരും തന്നെ ഈ പാർട്ടി വിട്ടുകൊണ്ട് അവർ BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ആം ആദ്മി പാർട്ടിയെ കാത്തിരുന്നത്. ഞാൻ ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മളൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് സബ്സ്ക്രൈബിൻ്റെ ബട്ടണിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതിൽ മന്ത്ലി ഒരു 179 ആണ് ഏറ്റവും ആദ്യത്തെ, 179 രൂപയാണ് ആദ്യത്തെ ഇത്, രണ്ടാമത്തെ 359 അപ്പോൾ നിങ്ങൾക്ക് മറ്റു പല ലെവലിലുള്ള കൂടുതൽ എമൗണ്ടുള്ള സ്കീംസൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഫെസിലിറ്റീസോ സൗകര്യങ്ങളോ ഒന്നും കിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളവർക്കുള്ള ഒരു ഓപ്ഷനാക്കി മാത്രമാണ് അത് വെച്ചേക്കുന്നത്. അത് യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. താല്പര്യമുള്ളവർക്ക് അതെടുക്കാം. ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കാണുകയും താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയിലെ 7 MP-മാർ ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നു. അതിന് ഒരു നേതൃത്വം കൊടുത്തേക്കുന്നത് രാഘവ് ചദ്ദ എന്ന് പറയുന്നൊരു MP-യാണ്. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, ഒരു പ്രൊഫഷണലാണ്. ആം ആദ്മി പാർട്ടി ഉണ്ടായപ്പോൾ മുതൽ ഒരു ഫൗണ്ടർ മെമ്പറാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഐ ആം എ റൈറ്റ് പേഴ്സൺ ഇൻ എ റോങ് പാർട്ടി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല ആളാണ്, പക്ഷേ ഞാനൊരു തെറ്റായ പാർട്ടിയിലായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം ശരിയായ പാർട്ടി കണ്ടെത്തിയിട്ടുള്ളത്, അത് BJP ആണ്, അങ്ങോട്ട് പോവുകയാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇതുകൂടാതെ ഒരു അയോഗ്യതയൊന്നും അവർക്ക് ബാധകമാവില്ല. കാരണം 10 അംഗങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ 7 പേരും അങ്ങോട്ട് പോവുകയാണ്. ഇതിൽ രാഘവ് ചദ്ദയുടെ കൂടെയുള്ള സോദി മലിവാൾ എന്ന് പറയുന്ന ഒരു അംഗം ഒഴികെ ബാക്കി എല്ലാവരും തന്നെ പഞ്ചാബിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പഞ്ചാബിലാണെങ്കിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് വലിയ പ്രതീക്ഷയുള്ള, അവർ ഭരണത്തിലുള്ള ഒരു സ്റ്റേറ്റാണ് ഇതെന്നുള്ളത് നിങ്ങൾ മറന്നു പോരുത്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാഘവ് ചദ്ദയെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും ആം ആദ്മി പാർട്ടി മാറ്റിയിരുന്നു എന്ന് മാത്രമല്ല, അവിടെ രാജ്യസഭയിലേക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൂടി കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് എക്സ്പോസ്റ്റിൽ ഇട്ടിയത് എന്നെ നിശബ്ദനാക്കി, പക്ഷേ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു എക്സ്പോസ്റ്റ് ഇട്ടത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിടവ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു അകൽച്ച, പാർട്ടിയും ഈ രാഘവ് ചദ്ദയുമായിട്ടുള്ള ഒരു അകൽച്ച വളരെ ക്ലിയർ ആയിരുന്നു, വളരെ സ്പഷ്ടമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ, രാഘവ് ചദ്ദ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം നേരത്തെ ഡൽഹിയിൽ നിന്നുള്ള MLA ആയിരുന്നു. 2022 മുതലുള്ള MP ആണ്. ഈ MP ആയിട്ട് അദ്ദേഹം രാജ്യസഭയിൽ നടത്തുന്ന പ്രസംഗങ്ങളെല്ലാം തന്നെ സ്വന്തം PR-ന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന വിമർശനമാണ് പാർട്ടി ഉയർത്തിയത്. അത് അദ്ദേഹം വളരെ ഗംഭീരമായി ഉപയോഗിച്ചു. കാരണം നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം വളരെ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടുകൾ എടുക്കുകയും ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ അദ്ദേഹം വലിയ വൈറലായി ജെൻസിയുടെയൊക്കെ ജെൻസിക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. അതിൽ അദ്ദേഹം ഏറ്റവും ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്കറിയാമല്ലോ, ഇപ്പോൾ നിരവധി സ്ത്രീ പീഡന കേസുകളടക്കം പല കേസുകൾ, നിർഭയ കേസുകളടക്കം ഡൽഹിയിൽ പല കേസുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കേസുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ രാഘവ് ചദ്ദ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മൈനറായിട്ടുള്ള ആളുകളെയും മേജറായിട്ടുള്ള ആളുകളെ പോലെ തന്നെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. അതായത് മൈനർ എന്ന് പറയുന്ന പരിഗണന കൊടുക്കരുത്, അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ വളരെ ക്രൂരമാണെങ്കിൽ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ വലിയ തോതിൽ കയ്യടി കിട്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ഏതാനും ചിലത് മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയമെന്ന് പറയുന്നത്, വിമാനത്താവളങ്ങളിൽ ഒരു ചായക്ക് 150-250 രൂപയാണെന്നും സമൂസക്ക് 150 രൂപയാണെന്നും, അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നൊരു പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അത് ചില ടീ ഷോപ്പുകൾ, ഉടാൻ്റെയൊക്കെ ടീ ഷോപ്പുകൾ അവിടെ തുടങ്ങുകയും ആ ടീ ഷോപ്പുകളിൽ അദ്ദേഹം ചായ കുടിക്കുന്ന റീലുകളൊക്കെ എടുത്തിടുകയും അതൊക്കെ വൈറലാവുകയും ചെയ്തു. അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടി, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പുതിയ തലമുറകൾക്കുള്ളിൽ വലിയ സ്വീകാര്യത കിട്ടി എന്നുള്ളതാണ്. ഇനി ആളുകൾക്ക് വലിയ സ്വീകാര്യത കിട്ടിയ മറ്റൊരു വിഷയവും കൂടി ഞാൻ നിങ്ങളോട് പറയാം. അത് എന്ന് പറയുന്നത്, നമുക്ക് 28 ദിവസത്തേക്കാണ് റീചാർജ് ചെയ്യാൻ പറ്റുന്നത് മൊബൈലിലെ പ്രീപെയ്ഡുകളൊക്കെ തന്നെ. അപ്പോൾ ആ 28 ദിവസത്തേക്ക് റീചാർജ് ചെയ്യുന്നതിലൂടെ വലിയ കൊള്ളയാണ് മൊബൈൽ കമ്പനികൾ നടത്തുന്നത്.
അത് 13 റീചാർജുകളാണ് അപ്പോൾ ഒരു വർഷം ചെയ്യേണ്ടി വരുന്നത്. അതേസമയം 30 ദിവസത്തേക്ക് റീചാർജുകൾ എന്നാൽ 12 റീചാർജ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരു മാസത്തെ പണം ഇതുപോലെ എക്സ്ട്രാ ആയി കൊള്ളയടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വലിയ പ്രകടനം നടത്തിയത് റീലുകളിലൂടെ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വലിയ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള നടപടികളായിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള യങ് ജനറേഷനിലുള്ള ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഈ ഒരു കോറായിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിക്കാൻ അദ്ദേഹം പലപ്പോഴും തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദിയൊന്നും വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെയൊക്കെ വലിയ വിമർശനമുണ്ടായത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നമുക്കറിയാം മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ജയിലിൽ പോയതിനു ശേഷം അദ്ദേഹം കുറ്റമുക്തനാക്കി പുറത്തേക്ക് വരുമ്പോഴോ ഒന്നും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒപ്പം നിന്ന് BJP വിമർശിക്കാനൊന്നും അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. വലിയ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ മാറ്റേഴ്സൊന്നും അദ്ദേഹം തയ്യാറായില്ല. രാജ്യസഭയിൽ കിട്ടുന്ന വളരെ ചെറിയ സെക്കൻഡുകൾ മിനിറ്റുകൾക്കൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു അപ്പുറത്തെ രാഷ്ട്രീയത്തെ നരേന്ദ്രമോദിയുടെയും BJPയുടെ രാഷ്ട്രീയത്തെയും തുറന്നു കാണിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളുമായിട്ട് ഒരു ഗ്യാപ്പിലായിരുന്നു ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഒരു ഐ ഓപ്പറേഷന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലെന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം പോയിട്ടുള്ള സ്വാതി മലിവാളിനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ വേണ്ടി വരികയും അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ PA അവരെ തല്ലി എന്ന് പറയുന്ന ഒരു പ്രശ്നവും ഒക്കെ നമ്മൾ അന്ന് തന്നെ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെ സ്വാതി മലിവാളും ഒക്കെ ആ സമയത്ത് അമേരിക്കയിലായിരുന്നു, സിസ്റ്ററിൻ്റെ ഒപ്പമായിരുന്നു. കാരണം അതുകൊണ്ട് ഇവരാരും തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നപ്പോഴോ അല്ലെങ്കിൽ അതിനെ BJPക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിനോ ഏറ്റവും ഒടുവിൽ അദ്ദേഹം കുറ്റവിമുക്തരാക്കപ്പെട്ട് അത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ വലിയ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ 10 MPമാരിൽ 7 MPമാർ അവരെ വിട്ടിരിക്കുന്നു. കൂടാതെ സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന MP ഉണ്ട്. അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ വന്ന് പത്രസമ്മേളനം നടത്തുകയും ഈ ചതിക്ക് മാപ്പില്ല എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ BJPയിൽ ചേരാൻ തുടങ്ങിയിരിക്കുന്നു. സഞ്ജയ് സിംഗ് പറഞ്ഞേക്കുന്നത് ഇവരുടെ എല്ലാ വീടുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ പല അന്വേഷണങ്ങളും നടന്നു. അത്തരത്തിലുള്ള നിർബന്ധങ്ങൾക്ക് വഴങ്ങിയാണ് ഇവർ പോയിട്ടുള്ളത് എന്നാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാവുകയും അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ളൊരു കോൺടാക്റ്റ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഒരു സെക്കൻഡ് ലെവൽ നേതാക്കന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള MPമാരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും വിഷയം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു വെൽഫെയർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് ഒരു കാലത്തും അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഈ പറയുന്ന ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടിയാണ് വാസ്തവം. അതുകൊണ്ട് ഈസിലി ആളുകൾക്ക് മാറാൻ കഴിയുന്ന ഒരു പാർട്ടിയായി കൂടി ആം ആദ്മി പാർട്ടി മാറിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ദുർബലമായിട്ടുള്ള ചില ആന്തരിക ഘടകങ്ങൾ തന്നെ പാർട്ടിക്കുണ്ട്. അതുകൂടിയാണ് ഈ രാഘവ് ചദ്ദമാരെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം.